പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാം ഒന്നിച്ച് പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ വിശുദ്ധ സഭായോഗത്തെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥനയോട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയും ചെയ്യാം. കൊയർ ഇപ്പോൾ ഒരു പാട്ട് ലീഡ് ചെയ്യും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ എന്നുള്ള പാട്ട് ലീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങപ്പെടുവാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്നിധിയിൽ സ്തോത്രത്തോടെന്നും
മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഒരു സംവത്സരത്തിൽ കർത്താവേ, അതിൻ്റെ 4-ാമത്തെ മാസത്തിൻ്റെ മധ്യാഹ്ന സമയങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവെ ഞങ്ങൾ പുറമോട്ട് തിരിഞ്ഞു നോക്കുന്നു. കർത്താവെ, അജഗണം പോലെ മരുഭൂപ്രയാണത്തിൽ നീ ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങളങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് കർത്താവെ സമാധാനത്തോടെ സന്തോഷത്തോടെ നിന്റെ മക്കളായ അടിയങ്ങൾക്ക് അവിടുത്തെ പാദപീടെ ചേർന്ന് വന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നീ ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളോട് ചേർന്ന്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളോട് ചേർന്ന്, ഞങ്ങളുടെ യൗവനക്കാരോട് ചേർന്ന്, ഞങ്ങളുടെ മാതാപിതാക്കളോട് ചേർന്ന് കർത്താവെ അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഈ മൺകൂടാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന വലിയ അവസരത്തിനായിട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ പാദപീടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്. ഹല്ലേലൂയ കർത്താവെ, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കിക്കാട്ട്. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നാട്ട്. ഹല്ലേലൂയ കർത്താവെ, അവിടുത്തെ സന്നിധിയിലെ പ്രമോദവും സന്തോഷവും അനുഭവിക്കുന്നവരായി ഞങ്ങൾ അല്പസമയം അവിടുത്തെ സന്നിധിയിൽ വേർപെട്ടിരിക്കുന്ന കർത്താവെ, അവിടുത്തെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷിപ്പാൻ നിന്റെ മക്കളെ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തരുവാൻ, ഹല്ലേലൂയ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതിന് കാരണമായി തരുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി വേർപെട്ട പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈ മൺകൂടാരത്തിൽ നമ്മളായിരിക്കുമ്പോൾ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അവസരമാണ് കർത്താവിനെ സ്വർഗത്തിൽ, ഹല്ലേലൂയ, ദൂതന്മാർ ആരാധിക്കുന്നവനെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കുവാൻ ദൈവം ഭാഗ്യം തരുന്നു. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യും. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരുന്ന് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ദൈവനാട് നമ്മളെ സഹായിക്കട്ടെ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ 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 വാഴ്ത്തി പുകഴ്ത്തിൻ. പുകഴ്ത്തിൻ 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 വാഴ്ത്തി പുകഴ്ത്തിൻ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. കൃപയും ദീർഘക്ഷമയും മഹദയയും കരുണയുമുള്ളോ നല്ലവൻ അവൻ എല്ലാവർക്കും തൻ പ്രവൃത്തികളോടും എല്ലാം. വന്നിടിൻ വന്നിപ്പിൻ യേശുവിൻ സ്നേഹമാം പാതേനാം. വന്നിടിൻ വന്നിപ്പിൻ യേശുവിൻ സ്നേഹമാം പാതേനാം. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. ശാരോനിൻ പനിനീർ പുഷ്പമേ, 10,000-ത്തിലും ശ്രേഷ്ഠനേ, വെണ്മയും ചുവപ്പുമുള്ളവൻ, പ്രാണപ്രിയനിൻ സുന്ദര രക്ഷകൻ. ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൻ രാജനെ എന്നുമേ. ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൻ രാജനെ എന്നുമേ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. ആദ്യനും അന്ത്യനും വന്യനും
ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ അങ്ങേ പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ. പുകഴ്ത്തിൻ യേശുവെ, പുകഴ്ത്തീൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തീൻ എന്ന് ചേർന്ന് പാടുവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ, കർത്താവേ ഈ മൺകൂടാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവിനെ പുകഴ്ത്തുവാൻ, ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ. സ്തുതികൾക്ക് യോഗ്യനായവൻ, ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്വർഗത്തിൽ സറാഫുകൾ സ്തുതിക്കുന്നവനെ. ഹല്ലേലൂയ, രണ്ടുകൊണ്ട് പറന്നും, രണ്ടുകൊണ്ട് കണ്ണു മറച്ച്, രണ്ടുകൊണ്ട് പാദം മൂടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, സർവശക്തനായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് സറാഫുകൾ പാടി ആരാധിക്കുന്നവനെ. മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ട് നെടുമ്പാട് വീണ് വണങ്ങുന്നവനെ. ഹല്ലേലൂയ, ഈ മൺകൂടാരത്തിലായിരിക്കുമ്പോൾ വാസ്തവമായിട്ട് മനസ്സിലാക്കുവാൻ, വചനപ്രകാരം കർത്താവെ അങ്ങേ അറിയുവാൻ, അങ്ങയുടെ പാതാര വൃന്ദങ്ങളിൽ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന് യോഗ്യനായവനെ ആരാധിക്കുവാൻ നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുകയാണല്ലോ. പാട്ടുകൾ പാടുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ ലിറിക്സുകളൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി, ഹല്ലേലൂയ ഹൃദയത്തിൽ ധ്യാനത്തോട് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ. ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത്, കൽവറിയിലൂടെ തൻ്റെ രക്തം നമുക്ക് വേണ്ടി പകർന്ന് തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയ സ്നേഹമോർത്ത്, അനാദി നിർണയം മുന്നമേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത ആ വലിയ സ്നേഹമോർത്ത്, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുന്നമേ നമ്മെ കണ്ട് ജീവിതത്തിൽ ഇത്രത്തോളം നടത്തിക്കൊണ്ടുവന്ന് ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നാം ചാപിള്ളയായി പോകാവുന്ന സാഹചര്യത്തിൽ നിന്ന് അന്നു മുതൽ ഇന്നു വരെ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ എണ്ണി സ്തുതിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ടും കർത്താവിന് നന്ദി പറയാം. വീണ്ടെടുത്ത എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ടും നന്ദി പറയാം. നിലനിർത്തിയിരിക്കുന്ന, നടത്തുന്ന, പകരുന്ന എല്ലാ കൃപകൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. വീണ്ടും ഒരു പാട്ടുകൂടെ നമ്മൾ പാടുവാനായിട്ട് പോവുകയാണ്. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യുന്നു. ഹല്ലേലൂയ, ചേർന്ന് പാടി സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാം, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാം, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്.
പരാ കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശു പരാ കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ കോട്ടയും നീ മാത്രമേ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ, അങ്ങ് പാടി സ്തുതിക്കുവാൻ, അങ്ങ് പാടി ആരാധിക്കുവാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന വലിയ മുഖാന്തരങ്ങളെ, ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ വീണ്ടും നന്ദിയോട് വാഴ്ത്തുന്നു കർത്താവെ. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. ഹല്ലേലൂയ. യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ എന്ന് ചേർന്ന് പാടുവാൻ കർത്താവ് ഇന്ന് ഞങ്ങളെ സഹായിച്ചു. അങ്ങ് ഞങ്ങളുടെ കോട്ടയായി, അങ്ങ് ഞങ്ങളുടെ ശൈലമായി, അങ്ങ് ഞങ്ങളുടെ ദൈവമായി. ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം കർത്താവിനെ ആരാധിക്കുവാൻ വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഏക ഹൃദയത്തോട്, ഏക ആഗ്രഹത്തോട്, ഏക സമർപ്പണത്തോട് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങേ പാടി സ്തുതിക്കുവാനും, അങ്ങേ ആരാധിക്കുവാനും, അങ്ങേ മഹത്വപ്പെടുത്തുവാനും. ഹല്ലേലൂയ. നീ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ ആയിരിക്കുമ്പോൾ നാം തിരുവചനത്തിൻ്റെ വായനയിലേക്ക് കടക്കുകയാണ്. ബൈബിൾ റീഡിംഗ്. എല്ലാവരും കരങ്ങളിൽ ബൈബിളുള്ളവരെല്ലാവരും ബൈബിൾ എടുക്കുകയും അത് വായിക്കുമ്പോൾ ആ ഭാഗം ധ്യാനിക്കുകയും ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. ബൈബിൾ റീഡിംഗ്. Praise Lord. 1 Thessalonians chapter 2. For yourselves, brethren, know our entrance in unto you, that it was not in vain, but even after that we had suffered before, and were shamefully entreated, as ye know, at Philippi, we were bold in our God to speak unto you the gospel of God with much contention. For our extortion was not of deceit, nor of uncleanness, nor in guile. But as we were allowed of God to be put in trust with the gospel, even so we speak, not as pleasing men, but God which trieth our hearts. For neither at any time used we flattering words, as ye know, nor a cloak of covetousness, God is witness. Nor of men sought we glory, neither of you, nor yet of others, when we might have been burdensome as apostles of Christ. But we were gentle among you, even as a nurse cherisheth her children. So being affectionately desirous of you, we were willing to have imparted unto you not the gospel of God only, but also our own souls, because ye were dear unto us. For ye remember, brethren, our labor and travail, for laboring night and day, because we would not be chargeable unto any of you, we preached unto you the gospel of God. Ye are witnesses, and God also, how holily and justly and unblameably we behaved ourselves among you that believe. As ye know how we exhorted and comforted and charged every one of you as a father doeth his children, that ye would walk worthy of God, who hath called you unto his kingdom and glory. For this cause also thank we God without ceasing, because when ye received the word of God which ye heard of us, ye received it not as the word of men, but as it is in truth, the word of God,
which effectually worketh also in you that believe. For ye, brethren, became followers of the churches of God which in Judea are in Christ Jesus. For ye also have suffered like things of your own countrymen, even as they have of the Jews, who both killed the Lord Jesus and their own prophets, and have persecuted us, and they please not God, and are contrary to all men, forbidding us to speak to the Gentiles that they might be saved, to fill up their sins alway. For the wrath is come upon them to the uttermost. But we, brethren, being taken from you for a short time in presence, not in heart, endeavored the more abundantly to see your face with great desire. Wherefore we would have come unto you, even I, Paul, once and again, but Satan hindered us. For what is our hope, or joy, or crown of rejoicing? Are not even ye in the presence of our Lord Jesus Christ at his coming? For ye are our glory and joy. വായിച്ചു കേട്ട അനുഗ്രഹീതമായ ആ വേദഭാഗത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ചേർന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ വേദവചനത്തിലെ ഭാഗങ്ങൾ വായിച്ച് കേൾക്കുവാനായിട്ടിടയായല്ലോ. ആ വാക്യങ്ങളൊക്കെ നമ്മളോട് ഈ ദിവസങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുവാൻ, ആ വാക്യങ്ങളിൽ കൂടി ദൈവിക അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ, ഹല്ലേലൂയ, ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവേ, തിരുവചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപമായി, ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി അനുദിനം നടത്തണമേ എന്നുള്ള പ്രാർത്ഥന പോലെ ഈ തിരുവചനങ്ങൾ നമ്മെ നടത്തുവാനും നമ്മളെ നയിക്കുവാനും കർത്താവ് കാരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ അതിനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മളെ തന്നെ സമർപ്പിക്കാം. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സാധാരണ ചെയ്തു വരുന്നത് പോലെ നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ദൈവത്തോട് അറിയിക്കുകയാണ്. 5 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭമായിട്ട് മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, അതായത് നിരപ്പിൻ്റെ ശുശ്രൂഷ. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി ഇന്ന് ലോകത്തിൽ തുലവും ചുരുക്കം പേര് മാത്രം അത് മനസ്സിലാക്കിയിരിക്കുന്നു. ഒത്തിരി പേര് ക്രിസ്ത്യാനികളെന്ന് നാമമാത്രമായ ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് ക്രൂശിൻ്റെ മഹത്വം, ഇന്ന് നമ്മുടെ രക്ഷാ പദ്ധതി എന്താണ് എന്നൊക്കെ കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയെ ലോകത്തിൽ പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മളെ അധികാരപ്പെടുത്തേണ്ടതിനായിട്ട്, സഹായിക്കേണ്ടതിനായിട്ട് ആ മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ അത് ലോകത്തെ അറിയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകളെയും കർത്താവ് ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം. തുറന്നോസിൻ്റെ പാഠശാല എന്ന സാറ്റർഡേസിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ്സിനായിട്ട് പ്രാർത്ഥിക്കാം. അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് TV-ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ഹിന്ദി സെക്ഷനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ നിലകളിലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇന്നർ സർക്കിളിനായിട്ട് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ യൂട്യൂബ് മിനിസ്ട്രികൾ, അതുപോലെ എല്ലാ തുറകളിലും നാം ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് 100, 60, 30 മേനിയായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, ധാരാളമായിട്ട് കർത്താവിൻ്റെ രാജ്യത്ത് വർദ്ധിച്ചു വരേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഭാഗമായി അതാത് സ്ഥലങ്ങളിൽ നടക്കുന്ന ലോക്കൽ മീറ്റിങ്ങുകൾക്കായിട്ട്, സഭാ കൂടിവരവുകൾക്കായിട്ട് എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ദൈവം വഴിയും വാതിലും തുറന്നു തന്നിരിക്കുന്നു. അവിടെയൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളെ അനുഗ്രഹത്തോടെ കർത്താവ് നയിക്കേണ്ടതിനായിട്ട്, അനേകരെ ഈ സത്യസുവിശേഷം അറിയിക്കേണ്ടതിനായിട്ട്, ഓരോരുത്തരെയും ആത്മധൈര്യത്തോടു കൂടി ആത്മീകമായി ബലപ്പെടുത്തി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെ നെറ്റിമേൽ കർത്താവ് മുദ്രയിട്ടിരിക്കുന്നത് പോലെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് ഈ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ദൈവം സൂക്ഷിക്കുമ്പോൾ നന്ദിയുള്ളവരായി, വിശ്വസ്തരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ലോക്കൽ ചർച്ചുകളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ള പലരുമുണ്ട്. രോഗങ്ങളുടെ പ്രയാസങ്ങൾ ഭാരപ്പെടുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവരുണ്ട്, ശാരീരികമായി പലവിധമായ പ്രയാസങ്ങൾ ഭാരപ്പെടുന്നവരുണ്ട്, മാനസിക വ്യഥകൾ, അതുപോലെ തന്നെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, പല വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. കുട്ടികളുടെ എക്സാംസ് ആരംഭിക്കുന്നു, പലവിധമായ എൻഗേജ്മെൻറ്റുകളിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലർ പുതുവർഷത്തിലേക്കും പുതിയൊരു കുടുംബജീവിതത്തിലെ പുതിയ സംവത്സരത്തിലേക്കും ഒക്കെ കടന്നവരുണ്ട്. അവരെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടാതെ ഇന്ന് ഈ
പ്രാർത്ഥനയിൽ ഈ സഭായോഗത്തിൽ നമ്മളോടൊപ്പം തലവണക്കിയിരിക്കുന്ന അനേകരുണ്ട്. പലവിധമായ പ്രശ്നങ്ങളുമായിട്ടായിരിക്കുന്നവരുണ്ട്. പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കണമെന്നുണ്ടായിരുന്നു, എന്നാൽ പറയുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പല വിഷയങ്ങളുമായി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവർ നിൽക്കുന്നത്. ഹൃദയങ്ങളെ, നമ്മുടെ നിലവുകളെ ആരാഞ്ഞറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരച്ചിലോട്, സമർപ്പണത്തോട്, പ്രാർത്ഥനയോട് ആയിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, ഈ സഭായോഗം തീരുന്നതിന് മുൻപ് അനുഗ്രഹത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, സൗഖ്യമായി, സമാധാനമായി, വിടുതലായി ഒക്കെ അത് വ്യാപരിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ 5 വിഷയങ്ങളെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹമായി ആത്മനിയന്ത്രണത്തിൽ നടക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി തലവണക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് ചേർന്ന് വരുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന 5 വിഷയങ്ങളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവേ അതിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി തന്ന് ഞങ്ങളെ മാനിക്കേണ്ടതിനായിട്ട്, അവിടുത്തെ തൃക്കരം അതിന് മേൽ വെച്ച് ആശീർവദിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടാതെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, വിടുതൽ, സൗഖ്യം, സമാധാനം കർത്താവെ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടുത്തെ തൃക്കരം അവരുടെ മേൽ വയ്ക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ അവിടുന്ന് സൗഖ്യവും സമാധാനവും അയച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണം. കർത്താവെ, തിരുവചനത്തിൽ സംസാരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ അധികാരപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം തരുന്ന നല്ല മുഖാന്തരത്തിനായിട്ട്, സാവകാശത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഉത്സാഹത്തോട് തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവെ എന്നോട് സംസാരിക്കണമേ, അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള ആത്മസമർപ്പണത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നാം തുടർമാനമായിട്ടൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമെന്നോണം ഞാൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അതെന്താണ് എന്ന്, അതിൻ്റെ പർപ്പസ് എന്താണ് എന്ന് ഒരല്പമായി ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് മാക്സിമം ലഭിക്കുന്നത് 40 അല്ലെങ്കിൽ 45 മിനിറ്റ്സ് മാക്സിമം അത്രയേ ഉള്ളൂ. അപ്പം ഒരു മെസ്സേജിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിൽ കൂടെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ സാറ്റർഡേസിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിയുമെങ്കിൽ പങ്കെടുത്താട്ട് അതിൽ കൂടി നമ്മൾ ഓരോ വിഷയങ്ങളെയും പഠിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന 9-ാമത്തെ അധ്യായത്തിൽ നമ്മളായിരിക്കുകയാണ്. ഉത്സാഹത്തോടെ അതിലൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയങ്ങളെ ആധികാരികമായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും, ദൈവത്തിന് നമ്മളെ അറിയിക്കാനുള്ളത് എന്താണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നതെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കി അതിന് പ്രകാരം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ചിന്തിക്കുന്നത് ദ പർപ്പസ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉദ്ദേശം എന്താണ്, ദൈവം എന്താണ് അതിൻ്റെ പർപ്പസ്, എന്താണ് നമുക്ക് ആ ഒരു സഭയെ ദൈവം സ്ഥാപിച്ചതിൻ്റെ പർപ്പസ് എന്ന് ഉള്ള വിഷയത്തിൻ്റെ ചില കാര്യങ്ങളാണ് നാം ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് നമ്മളതിനെ വിളിക്കുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനിറ്റിയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. എന്നാൽ എല്ലാ ക്രിസ്തീയ സഭകളും അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമല്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ നമ്മൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ സഭ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ എല്ലാ ക്രിസ്തീയ സഭകളും എല്ലാ ക്രിസ്തീയ വിശ്വാസികളും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമല്ല എന്നൊരു സത്യം നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറാകണം. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നുള്ള അനേക ക്രിസ്ത്യാനികൾക്ക്, ഇന്ന് നമുക്ക് ക്രിസ്ത്യാനികളുടെ തന്നെ ഒരു ലിസ്റ്റ് സെൻസസ് എടുത്തു കഴിഞ്ഞാൽ 300 കോടി ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തിലുണ്ട് എന്നാണ് ഒരു റഫ് എസ്റ്റിമേറ്റ്. ലോകത്തിലുള്ള ജനങ്ങൾ ഏകദേശം ഒരു 800 കോടിയാണ്. അതിൽ 300 കോടി ക്രിസ്ത്യാനികളാണ്, 250 കോടി മുസ്ലിംസാണ്, 550 കോടി അവിടെ പോയി, 1 കോടി ഹിന്ദുസാണ്, 100 കോടി ഹിന്ദുസാണ്, അതുപോലെ തന്നെ 100 കോടി ബുദ്ധന്മാരും ആണ് ചൈനയിലും ഇന്ത്യയിലും ഉള്ളത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് 50 കോടിയാണ്. അത് ഈ എന്താ പറയുന്നത്, നിരീശ്വരവാദികളും മറ്റുള്ള മതങ്ങളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു മിക്സാണ്, ഒരു 50 കോടി. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ സ്പ്ലിറ്റ്.
800 കോടി ജനങ്ങളുള്ളതിൽ 300 കോടി ക്രിസ്ത്യാനിറ്റിയാണ്. അതിനകത്തിലെ ഒരു നഗ്ന സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 289 കോടി ക്രിസ്ത്യാനികളും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഭാഗമല്ല എന്നുള്ളൊരു സത്യമാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ അല്പം പാടായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ദൈവസഭയിൽ അത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലൊരു കുത്തുകൊള്ളുവാൻ, നമ്മളെ തന്നെ ഒന്ന് ഉള്ളിലേക്ക് നോക്കുവാൻ, ഞാൻ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമാണോ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ. ബൈ ചാൻസ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടായി, അല്ല കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് എന്ത് സംഭവിക്കും? വേർ ആർ യു ഗോയിങ് ടു ഗോ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്തയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വിഷയമൊക്കെ ഒരല്പം കടുപ്പമായിട്ടാണെങ്കിലും അങ്ങനെ പറയുന്നത്. ഇന്ന് ഒരു നല്ല ശതമാനം 99 അത്രയും ജനത്തിനും എന്താണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്തീയ വിശ്വാസം എന്നറിയത്തില്ല. ദ ട്രൂത്ത് ഈസ് ഓൾവേസ് ബിറ്റർ. ഇതൊരു ഈ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ ഒരല്പം പ്രയാസമാണ്. ഹിന്ദിയിൽ പറയുന്നത് സച്ചായി സദൈവ കടുവ ഹോത്ത ഹെ എന്ന്. അതായത് ദ ട്രൂത്ത് ഈസ് ഓൾവേസ് ബിറ്റർ. നമുക്കത് അംഗീകരിക്കാൻ പറ്റാതെ വണ്ണം ഭയങ്കര കടുപ്പമേറിയതാണ് ആ സത്യം. 300 കോടി ക്രിസ്ത്യാനിയുള്ളതിൽ 299 കോടിക്കും ആ ക്രിസ്തീയ സഭ അല്ലെങ്കിൽ ആക്ച്വലി ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന ഒരു സത്യത്തിൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ അല്പം പ്രയാസം. ബട്ട് ദാറ്റ് ഈസ് ദ ട്രൂത്ത്. നോഹ 100 ചില്ലുവാനം വർഷം മഴ പെയ്യുമെന്ന് പ്രസംഗിച്ചിട്ട് ആ ബോട്ടിൽ കയറിയത് ബോട്ട് ആളില്ലാഞ്ഞിട്ടല്ല, ഇടമില്ലാഞ്ഞിട്ടല്ല, സ്ഥലമില്ലാഞ്ഞിട്ടല്ല. അവരുടെ മുന്നിൽ ആ ബോട്ട് പണിയുക, എന്നിട്ടും അതിൽ കയറിയത് 8 പേര്, നോഹയും കുടുംബവും തൻ്റെ 3 മക്കളും അവരുടെ ഭാര്യമാരും എന്ന് പറഞ്ഞതുപോലെ ഈ സത്യം നമുക്ക് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമാണെങ്കിലും ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഹല്ലേലൂയ. നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുവാൻ ദൈവം നമുക്ക് അതിന് അവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ എത്രമാത്രം അതിൻ്റെ ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള കോളിങ്ങിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. നമ്മൾ ഇന്ന് സംഭവം ക്രിസ്ത്യാനിയാണോ ആണ്, വചനപ്രകാരമാണോ ആണ്, ബൈബിളാണോ ഫോളോ ചെയ്യുന്നതാണ്, കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല. വളരെ തന്ത്രപരമായിട്ട് നമ്മളെ ദൈവിക വിളിയിൽ നിന്നും തെറ്റിച്ചിരിക്കുകയാണ്. നാം ഇന്നൊരു ബൈബിൾ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. 40,000-ലേറെ ഡിനോമിനേഷൻസ് ഉണ്ട്. ഇവരുടെ എല്ലാം ബേസിസ് ബൈബിളാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്ലി ഡിവൈഡഡ്. ഇപ്പോൾ ആദ്യത്തെ പുസ്തകത്തിൽ നിന്ന് ഉപദേശം എടുക്കാം, രണ്ടാമത്തെ പുസ്തകത്തിൽ നിന്ന് ഉപദേശം എടുക്കാം. അതായത് ഉൽപ്പത്തിയിൽ നിന്നും പുറപ്പാടിൽ നിന്നും ലേവ്യ പുസ്തകത്തിൽ നിന്നും ഒക്കെ ഉപദേശം എടുത്ത സഭകളാണ്. അങ്ങ് വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകത്തിൽ നിന്ന് ഉപദേശങ്ങൾ എടുക്കാം. പക്ഷേ ആ ഉപദേശങ്ങൾ അല്ല ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ക്രിസ്തീയ സഭ അല്ലെങ്കിൽ ദൈവസഭ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പർപ്പസ് എന്താണ്, അതെന്താണ് എന്നൊരല്പം ആത്മാർത്ഥതയോട് ചിന്തിക്കുവാനും ശ്രദ്ധിക്കുവാനും ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുക. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയ വിഷയമായതുകൊണ്ടാണ് ഞാനൊരു സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു എപ്പിസോഡ് ഒരിക്കൽ ചെയ്യുകയുണ്ടായി. ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ് എന്ന് ചോദിച്ചിട്ട്, ക്രിസ്ത്യാനി ശരിക്കും ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരുമാതിരിപ്പെട്ടവർക്ക് അതിൻ്റെ ഒരു അർത്ഥം പിടികിട്ടിയിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന വിഷയത്തിൻ്റെ ആ സീരിയസ്നെസ് എത്രമാത്രം ജനത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം അതിനോടുള്ള ബന്ധത്തിൽ ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ വാതിക്കൽ ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, വൈ ഷുഡ് ഐ ലെറ്റ് യു ഇൻ ദ ഹെവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ എന്തുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം? ദൈവം അവിടെ മുന്നിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളവിടെ ചെന്നു, നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുക, നിന്നെ എന്തുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് കയറ്റണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ ഉള്ളത്? ക്രിസ്ത്യാനികൾക്ക് എന്താണ് ആൻസർ ഉള്ളത്? നമ്മൾ പറയും, കർത്താവേ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഓക്കെ ദാറ്റ്സ് ഫൈൻ, പക്ഷേ അതുകൊണ്ട് നിനക്ക് ഇവിടെ കയറാൻ പറ്റത്തില്ല. നീ എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കയറ്റേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ട്, ഞാൻ മാമോദീസ എടുത്തു, ഞാൻ കുമ്പസാരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കുർബാന കൊണ്ടിട്ടുണ്ട്, ഞാൻ പെന്തക്കോസിലായിരുന്നുണ്ടെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ട്, ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും തന്നെ നിങ്ങളെ സ്വർഗത്തിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളുടെ ക്രൈറ്റീരിയ അല്ല.
ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഞാനൊരു മര്യാദക്കാരനാണ്, ഞാൻ അനേകം ദാനധർമ്മം കൊടുത്തിട്ടുണ്ട്, ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോയിട്ടുണ്ട്, ഞാൻ 10 കൽപ്പന അനുസരിച്ചിട്ടുണ്ട്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല. ഇതൊന്നും തന്നെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റുന്ന ക്രൈറ്റീരിയ അല്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കയറുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. നിങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കയറിക്കൂടുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. അതുകൊണ്ട് തന്നെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ എന്താണെന്നും നിങ്ങൾ അതിൻ്റെ ഭാഗമാണോ എന്നും നിങ്ങളെ തന്നെ ശോധന ചെയ്യാൻ ഈ ഒരു ദിവസത്തെ മെസ്സേജ് സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം സ്വർഗത്തിലേക്ക് കയറാനുള്ളതിൻ്റെ സകല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ട് ആ കാൽവറിയിൽ ഒഴുകിയ തങ്ക രക്തത്താൽ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അതിൻ്റെ ഫുൾ പ്രൈസ് ഹാസ് ഓൾറെഡി ബീൻ പെയ്ഡ്. വിലയും കൊടുത്ത് തീർത്തിരിക്കുക. ഇനി നമ്മൾ അവിടെ ഒന്നും കൊടുത്ത് അങ്ങോട്ട് കയറാനായിട്ടില്ല. നമുക്ക് ചെയ്യാനുള്ളത് പരിപൂർണമായിട്ട് അതിൽ വിശ്വസിക്കുക. ഞാൻ പാപിയായിരുന്നു, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടു, ആ തങ്ക രക്തത്താൽ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള അടിപതറാത്ത വിശ്വാസമാണ് ഇന്ന് താങ്കളെ സ്വർഗത്തിലേക്ക് കയറ്റുവാനായിട്ട് ഉള്ള ഒരേ ഒരു മാനദണ്ഡം. വേറെ ഒന്നും ചെയ്ത് നേടുന്നില്ല. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. അതിനൊരു പ്രവർത്തികളും കാരണമല്ല. ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ ജീവിച്ചു, ഞാൻ അങ്ങനെ നേടിയെടുത്തു എന്ന് ഒരുത്തരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ഒരു പ്രവൃത്തിയും കാരണമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് യു ആർ സേവ്ഡ്. ഇന്ന് ഒരു നല്ല ശതമാനം ക്രിസ്ത്യാനികൾക്കും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണെന്നേ അറിയത്തില്ല. അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോലെ വേറൊരു പേരാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്നാൽ അങ്ങനെ അല്ല എന്ന് അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും മനസ്സിലാക്കുക. ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു സഭയാണ്. അത് ദൈവം യഹൂദന് വേണ്ടിയിട്ട് അബ്രഹാമിനെ വിളിച്ച കാലം മുതൽ ദൈവം വിളിച്ച് വേർതിരിച്ചിരുന്ന ഒരു വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. മണവാട്ടി എന്ന് പറയുന്ന അവരുടെ കൂട്ടമാണ്. അത് അവരുടെ തനി വിളിയാണ്. അവർക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്വവും പ്രോമിസും ഒക്കെ വേറെയാണ്. അത് മണവാട്ടി സഭയാണ്. ആ മണവാട്ടിയെ പോലെ അലങ്കരിച്ച ഒരു സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും അവരുടെ പ്രാർത്ഥനയുടെ പ്രതിഫലമായിട്ട് അത് അവർക്ക് കൊടുക്കുകയും അവർ നിത്യം അതിൽ വാഴുകയും ഒക്കെ ചെയ്യും. അത് അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. എന്നാൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് മണവാട്ടി സഭയുടെ വേറൊരു പേരല്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്ന് അതുകൊണ്ട് മണവാട്ടി സഭയാണെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുക. ഇവിടെ ഒരു കൂട്ടർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു വലിയ ചിന്തകൻ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവ് പൗലോസിനെ വിളിക്കുന്ന ഒരു രംഗം. അവിടെ പോള് നിലത്ത് കിടന്നുകൊണ്ട് കർത്താവിനോട് ചോദിക്കുന്ന, ഒരു വലിയ സൂര്യൻ നട്ടുച്ചയ്ക്ക് ഉദിക്കുന്നത് പോലൊരു വലിയ പ്രകാശത്തിൽ ദൈവം നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് പോൾ അവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ഭാഗം, കർത്താവേ ആരാകുന്നു നീ എന്ന് ചോദിക്കുന്നൊരു ഭാഗം. ഹു ആർട്ട് ദൗ ലോർഡ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുന്നൊരു ഭാഗം. അവിടെ കർത്താവേ എന്ന് ചോദിക്കുന്ന യേശുവിനെ വിളിക്കുന്ന ഒരു പേരല്ല, ലോർഡ് എന്നുള്ള ബഹുമാനാർത്ഥം ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു വിളിയാണ്. ഹു ആർട്ട് ദൗ ലോർഡ് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം. അവിടെ വെച്ച് കർത്താവ് പറയുന്നു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു ഞാൻ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അതായത് പോൾ ഉപദ്രവിക്കുന്നത് ദൈവസഭയാണ്. അപ്പം ദൈവം അവിടെ നിന്ന് പറയുമ്പോൾ നീ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തെയാണ് നീ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു തലയും സഭ ശരീരവുമാണ്. അതുകൊണ്ടാണ് പോള് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയാൻ കാരണം ഒരാൾ ഇതുപോലെ വിശദീകരിക്കുന്നത് കേട്ടു. ഇതെല്ലാം എന്താണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും, എന്താണ് നമ്മുടെ എറ്റേണൽ ഹോപ്പ് എന്നുള്ള കാര്യത്തെ അറിയാത്തത് കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും, ഇംഗ്ലീഷിൽ അത് കുറേ കൂടെ ക്ലിയറാണ്. നൗ യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. വളരെ ക്ലിയറായിട്ട്, അത് മലയാളത്തിലെ മാതിരി നമുക്ക് അതിൽ സംശയം വരുത്തുന്നുമില്ല. വളരെ ക്ലിയറാണ്. നൗ യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് മെമ്പേഴ്സ് ഇൻ പെർട്ടിക്കുലർ. ഓരോ അവയവങ്ങളും ആ ശരീരത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ആ ഒരു സഭയുടെ ഭാഗമാണ്. കൊരിന്തിലെ സഭയോട് പറയുക, നൗ യു ആർ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
മനസ്സിലായോ? അതുപോലെ പറയുകയാണ് ആൻഡ് മെമ്പേഴ്സ് ഇൻ പർട്ടിക്കുലർ, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. അതിൻ്റെ തന്നെ 12-ാം അധ്യായത്തിൻ്റെ തന്നെ മുഴുവനും ആ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള വിഷയത്തെക്കുറിച്ചൊരു നല്ല ആ ഒരു അനാലജി, ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു അനാലജി നല്ല ഭംഗിയായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 14-ാമത്തെ വാക്യം കണ്ടു. അവിടെ പറയുകയാണ്, ശരീരം ഒരവയവമല്ല പലതത്രേ. അതായത് ഈ ശരീരം എന്ന് പറയുന്നത് ഒരവയവമല്ല. ഇതിന് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്. ഒരു ശരീരം എന്ന് പറയുന്നത് ഒരവയവമല്ല പലതത്രേ. 12-ാം വാക്യം കണ്ടോ, ശരീരം ഒന്നും അതിന് അവയവം പലതും. ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ, നാം ഈ ശരീരത്തിൻ്റെ പല അവയവങ്ങളായിരിക്കുന്ന പോലെ, കൈയും കാലും കണ്ണും മൂക്കുമൊക്കെ പല അവയവങ്ങളായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും സഭയുടെ ഭാഗങ്ങളാണ്, ഓരോ അവയവങ്ങളാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗങ്ങളാണ് നാം ഓരോരുത്തരും. നമുക്കെല്ലാവർക്കും അതാത് ഫങ്ഷനുണ്ട്. ഈ വിരലിന് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷനുണ്ട്, ഇതിൻ്റെ ഫങ്ഷൻ വേറെ, ഇതിൻ്റെ ഫങ്ഷൻ വേറെ, ഈ വിരലിൻ്റെ ഫങ്ഷൻ വേറെ, കണ്ണിൻ്റെ ഫങ്ഷൻ വേറെ, ഇതിൻ്റെ ഫങ്ഷൻ വേറെ. മനസ്സിലായോ? എല്ലാത്തിനും ഓരോ ചെറിയ പാർട്ടിനും, ഈ കണ്ണിനകത്തൂടെ പോകുന്ന ഓരോ ചെറിയ നരമ്പുകൾ വരെയുണ്ട്, അതിന് വരെ അതിൻ്റേതായിട്ടുള്ള ഫങ്ഷനുണ്ട്. എല്ലാവർക്കും വളരെ യുണീക്കായിട്ട് അവരുടെ പ്രത്യേകമായ ഫങ്ഷൻ അതിനുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമായി തീർത്തിരിക്കുക. നാം അതിൻ്റെ ഭാഗമാണ്. 13-ാമത്തെ വാക്യം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു മരിക്കുന്നു. പരിശുദ്ധ ആത്മാവിനാലുള്ള ഒരു യൂണിറ്റിയാണ്. നാം പലരായ നാം എല്ലാവരും ഒരു ശരീരമായിരിക്കുന്നത് പോലെ പരിശുദ്ധ ആത്മാവിനാൽ, ഫോർ ബൈ വൺ സ്പിരിറ്റ് are we all baptized into one body. നമ്മളെ ബാപ്റ്റൈസ് ചെയ്ത് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമാക്കി തീർത്തിരിക്കുക. എങ്ങനെ? പരിശുദ്ധ ആത്മാവിനാൽ, ബൈ വൺ സ്പിരിറ്റ്. പരിശുദ്ധ ആത്മാ സ്നാനത്താൽ നമ്മളെ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമാക്കി തീർത്തിരിക്കുക. ശരീരം ഒരവയവമല്ല പലതത്രേ. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാമെന്നുണ്ടെങ്കിൽ ഇത് കുറേ കൂടെ വളരെ വ്യക്തമാണ്, കുറേ കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതൊരു വലിയ മർമ്മമായിരുന്നു. ഈ മർമ്മമാണ് ക്രിസ്തീയ സഭയുടെ മർമ്മം എന്ന് പറയുന്നത്. ഇതിനെയാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായം മുഴുവൻ 1-ാം വാക്യം മുതൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിവരണം കാണാം. 1, 2, 3 അധ്യായം എല്ലാം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്ലിയർ എക്സ്പ്ലനേഷൻ കാണാം. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ, അതായത് ആകാശവും ഭൂമിയും അഖിലാണ്ട മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിൽ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് പ്രകാശിപ്പാനായി ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. ഇത് ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്ന സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം, അതെന്ന് ആദിക്ക് മുൻപ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് അനാദികാലം മുതൽ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മം, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞിരുന്ന ആ മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് പ്രകാശിപ്പാനായി. എങ്ങനെ? എല്ലാവർക്കും പ്രകാശിപ്പിക്കേണ്ടതിനായിട്ട്, അതായത് എല്ലാവരെയും അറിയിക്കേണ്ടതിനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. ഇത് അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ട ഒരു സ്വർഗീയ മർമ്മമാണ്. മനസ്സിലായോ? എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അത് ഞാൻ അവർക്ക് നമ്മളെ അറിയിച്ചിരിക്കുക. ഇതൊരു വലിയ സ്വർഗീയ മർമ്മമാണ്. ഇതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. നാം സംഹാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തിൽ, അതായത് ആ ജുഡായിസം, യഹൂദിയ വിശ്വാസം, അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും അവരുടെ വാഗ്ദത്ത പ്രകാരമുള്ള പദ്ധതിയിൽ വല്ലാതെ അകപ്പെട്ടു പോയിരിക്കുക. ഇന്ന് 300 കോടി ക്രിസ്ത്യാനി ഉള്ളതിൽ 299 കോടിക്ക് നമ്മുടെ വിളി എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? കാൽവറിയിൽ കൂടിയുള്ള രക്ഷാ പദ്ധതി എന്താണ്? റാപ്ചർ എന്താണ്? സ്വർഗീയ നിത്യവാസം എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ആവശ്യകത, ഒരു അനിവാര്യത ഈ വിഷയത്തിനുള്ളത്. അതിൻ്റെ പല ഭാഗങ്ങളാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞാൻ ഈ പറയാനായിട്ട് ശ്രമിക്കുന്നത്. കുറേശ്ശെയായിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അത് മനസ്സിലാക്കി അതിൻ്റെ ആ സത്യം ഉൾക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനും ഇടയാകുന്നു എന്ന് ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു അല്പം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ദൈവത്തിൻ്റെ ഈ ഒരു പുതിയ സൃഷ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ, ആ ഒരു സെയിൻസിൻ്റെ കൂട്ടം, വിശുദ്ധന്മാരുടെ കൂട്ടം, അതിൻ്റെ പർപ്പസ് എന്താണ്? എന്തിനാണ് ദൈവം അങ്ങനെ ഒരു സഭയുടെ, ഓൾറെഡി ഒരു മണവാട്ടി സഭയുണ്ടല്ലോ, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സഭയുണ്ടല്ലോ,
മനസ്സിലായോ? അതായത് പഴയ നിയമം മുതലേ ദൈവം പറഞ്ഞിരിക്കുന്ന സഭയെ വിളിപ്പീൻ, സഭയെ ശുദ്ധീകരിപ്പീൻ, സഭായോഗം വിളിപ്പീൻ എന്നൊക്കെ പറയുന്ന ഒരു സഭ അവരുടെ ഇടയിലുണ്ടല്ലോ, അവർ സഭായോഗം കൂടുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് പുതിയൊരു സഭയെ കൂടെ സ്ഥാപിക്കാൻ കാരണം? അതാണ് നമ്മൾ ഇന്ന് അല്പമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതായത് സ്വർഗത്തെ റീസ്റ്റോർ ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ. നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. സ്വർഗത്തെ റീസ്റ്റോർ ചെയ്യാനുള്ള, അതായത് സ്വർഗത്തെ റിഡീം ചെയ്തിട്ട് അതിനെ റീസ്റ്റോർ ചെയ്ത് അതിനെ ക്ലെൻസ് ചെയ്യാനുള്ള, സ്വർഗത്തെ ശുദ്ധീകരിച്ച് അതിനെ വീണ്ടെടുക്കാനുള്ള, അതിനെ റീകൺസൈൽ ചെയ്യാനുള്ള ദൈവിക പദ്ധതിയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയെ ദൈവം വീണ്ടെടുക്കുകയും അതിനെ ശുദ്ധീകരിച്ച് അതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച് അതിൽ ദൈവം വാഴുന്ന ഒരു സ്വർഗീയ പദ്ധതിയുണ്ട്. അതാണ് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ. അതിനുവേണ്ടി ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തിരിക്കുക. ഇവിടെ ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, അതായത് കാലസമ്പൂർണതയിൽ, ഗാഡ് വിൽ റീകൺസൈൽ എർത്ത് ത്രൂ കിങ്ഡം പ്രോമിസ് ടു ഇസ്രായേൽ. അവർക്ക് കൊടുത്തിരിക്കുന്ന കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന സ്വർഗീയ പദ്ധതിയിലൂടെ, അതായത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭൂമിയെ അവകാശമാക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്വർഗീയ പദ്ധതി, അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത നിന്റെ സന്തതി ഈ ഭൂമിയെ അവകാശമാക്കുമെന്ന് പറഞ്ഞ് മോശൈക് കവണൻറ്റിൽ കൂടി, അതായത് മോശൈക ഉടമ്പടിയിൽ കൂടി, ദാവീദ്യ ഉടമ്പടിയിൽ കൂടി അതിനെ ഒരു രാജാവ് നിത്യം വാഴും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭൂമിയെ വീണ്ടെടുത്ത് നിത്യം ഭൂമിയിൽ വാഴുന്ന ഒരു സ്വർഗീയ പദ്ധതി, നിന്റെ സന്തതി അത് ശാശ്വത അവകാശമായിരിക്കും, ഇറ്റ് വിൽ ബി ആൻ എവർ ലാസ്റ്റിംഗ് പൊസഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ദൈവിക അനുഗ്രഹം, അതാണ് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭയിൽ കൂടി അവരതിനെ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ഗോഡ് വിൽ റീക്ലെയിം ദ എർത്ത് ത്രൂ ദ കിങ്ഡം പ്രോമിസ് ടു ഇസ്രായേൽ ആൻഡ് ഹി വിൽ റീക്ലെയിം ദ ഹെവൻലീസ് ത്രൂ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഹെവൻലീസ്, സ്വർഗം, അത് സ്വർഗത്തിലും സാത്താൻ്റെ വീഴ്ച കാരണം അല്ലെങ്കിൽ സാത്താൻ്റെ ഇൻഫ്ലുവൻസ് കാരണം സ്വർഗവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൃഷ്ടിയിൽ നിർമ്മലമല്ലാത്ത രീതിയിലായിരിക്കുക. സ്വർഗവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പൂർണ്ണതയുള്ള സ്ഥലമല്ലാതെ, അതായത് നമ്മൾക്ക് ഒരു പക്ഷേ ഉണ്ടെങ്കിൽ അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യം, സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്ന സ്ഥലമല്ല. ഇതാണ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. സ്വർഗത്തിൽ എവിടെയോ ദൈവം ഭയങ്കര ഒരു സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുന്ന മാതിരിയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. ആക്ച്വലി ദൈവം അങ്ങനെ ഒരു സ്വർഗത്തിലൊരു സിംഹാസനം ഇട്ടിരിക്കുന്ന ഒരാളല്ല. ദൈവം സ്വർഗത്തിലും സ്വർഗത്തിലും ഒതുങ്ങത്തില്ല. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി ദൈവത്തിൻ്റെ പാദപീഠവും എന്ന് പറയുന്ന മാതിരി ഈ ഉലകത്തിലോ പ്രപഞ്ചത്തിലോ ഒന്നും ഒതുങ്ങുന്ന ആളല്ല ദൈവം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഒരു സിംഹാസനം, അവിടെ ഒരു ഭയങ്കര മനോഹരമായ ഒരു ചെയർ, അതിൽ ദൈവം ഇരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന പോലെയല്ല. ഒരു പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ ഏകദേശം അങ്ങനെ ഒരു പിക്ചർ നമുക്ക് കിട്ടും. ആ ഒരു പിക്ചർ നമുക്ക് കിട്ടുക എന്നുള്ളതേ അതുകൊണ്ട് ആഗ്രഹിക്കുന്നുള്ള ദൈവം. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ ദൂതന്മാർ, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രധാനമായ സൃഷ്ടിയായിരുന്ന ലൂസിഫർ ദൈവത്തിൽ നിന്ന് മറുതലിച്ച് കഴിഞ്ഞപ്പോഴത്തേന്, അവൻ വീണുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവനോടൊപ്പം അനേക ദൂത സഞ്ചയങ്ങൾ വീണു പോകുവാനായിട്ടിടയായി. അവർ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയാണ്. അവർ ദൈവത്തിനോടൊപ്പം ആയിരുന്നവരും ദൈവത്തിൻ്റെ കൂടെ ദേവപർവ്വതത്തിലായിരുന്നവരും അഗ്നിമയ രഥങ്ങളിൽ ദൈവത്തോടൊപ്പം നടന്നിരുന്നവരുമാണ്. സ്വർഗത്തിലെ ആരാധന ലീഡ് ചെയ്തിരുന്നവരാണ്. എന്നാൽ അവരെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവനോടൊപ്പം അനേക ദൂതന്മാർ വീണു പോകുവാനായിട്ടിടയായി. ഫോളൻ ഏഞ്ചൽസ് എന്ന് പറയുന്നവരാണ്. അവരെ ഒന്നും വെട്ടി അന്നേ നരകത്തിലേക്കൊന്നും മാറ്റിക്കളഞ്ഞിട്ടില്ല. അവരിപ്പോഴും ദുഷ്ടാത്മസേനയാണ്. സ്വർലോകങ്ങളിലെ ഈ ഭൂലോകത്തിലെ അധിപതിയാണ്. ഈ ലോകം അവൻ്റെ അധീനതയിൽ കിടക്കുക. എഫേസ്യ ലേഖനം, ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പല ആവർത്തി ചിന്തിച്ചുകൊണ്ട് ഞാൻ അത്രയും വലിയ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമുക്കറിയാം. എന്നാലും 6-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും മാത്രമേ. മനസ്സിലായോ? നമുക്ക് പോരാട്ടമുള്ളത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അവരെ എന്നേക്കുമായിട്ട് അവിടുന്ന് നിഷ്കാസനം ചെയ്യണം, ഇറാഡിക്കേറ്റ് ചെയ്യണം. എന്നേക്കുമായിട്ട് ദൈവം അവരെ വെട്ടിക്കളയും അവിടുന്ന്. അങ്ങനൊരു ദിവസം ഭാവിയിൽ വരുന്നുണ്ട്. അതിനുശേഷം സ്വർലോകങ്ങളിൽ ഇങ്ങനൊരു ദുഷ്ടാത്മസേനയെ ഉണ്ടാകത്തില്ല. അതിനെ റീകൺസൈൽ ചെയ്യും, അതിനെ തിരിച്ചു പിടിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗവും അവൻ്റെ കണ്ണിൽ നിർമ്മലമല്ല, അവൻ്റെ വിശുദ്ധന്മാരിൽ സ്വർഗത്തിലും ദൈവത്തിന് വിശ്വാസമില്ല. അതുപോലെ അവരും വീണു പോയിരിക്കുന്നതും പരിപൂർണമായിട്ടൊരു പരിശുദ്ധ സ്ഥലമല്ലാതെ. അതുകൊണ്ട് അതിനെ റീകൺസൈൽ ചെയ്യുക, അതിനെ തിരിച്ചു പിടിക്കുകയും പൂർണ്ണമായിട്ട് അതിനെ റീക്ലെയിം ചെയ്യുക. അതായത്
മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച ഈ സൃഷ്ടികൾ മുഴുവനും മനുഷ്യൻ അവൻ്റെ അധീനതയിലായി കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ അവൻ്റെ വകയായി തീർന്നു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നീ കർത്താവിനെ കാണിച്ചിട്ട് പറയുന്നത്, ഇത് മുഴുവനും എൻ്റേതാ, ഇത് മുഴുവനും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാനിത് നിനക്ക് തരാം. ഇത് മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതായതുകൊണ്ടും നാം പാപം ചെയ്ത് സാത്താൻ അടിമപ്പെട്ടത് കാരണം ഇത് മുഴുവനും സാത്താൻ്റെ അധീനതയിലായി തീർന്നു. അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് റീക്ലെയിം ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന 2 പദ്ധതികളാണ്. ഒന്ന് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റും ഒന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റും. ബോഡി ഓഫ് ക്രൈസ്റ്റ് കൊണ്ട് ദൈവം സ്വർഗത്തെ റീക്ലെയിം ചെയ്യുകയും ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ദൈവം ഭൂമിയെ റീക്ലെയിം ചെയ്യുകയും ചെയ്യും. അതിനുള്ള പദ്ധതിയാണ് കർത്താവ് കാൽവറിയിൽ യാഗമായി തീരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റ് വിൽ ഇൻഹെറിറ്റ് ദ ഹെവൻലീസ്. സ്വർഗ സ്ഥലങ്ങളെ ദൈവം അത് തിരിച്ചു പിടിക്കുകയും അത് ഇൻഹെറിറ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ജനസിസ്, അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പറയുന്നത്, ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2 സ്ഥലങ്ങളെ സൃഷ്ടിക്കുക, 2 തലങ്ങളാണ് ഇത് മുഴുവനും. ഇത് ആദിയിൽ ദൈവം അഖിലാണ്ടത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി. ആദിയിൽ ദൈവം ആകാശമല്ല, ആക്ച്വലി അത് സ്വർഗമാണ്. 2-ാമത്തെ ദിവസമാണ് ആകാശത്തെ സൃഷ്ടിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സ്വർഗവും. ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് എർത്ത്. ഇത് രണ്ടും 2 സ്ഥലങ്ങളാണ്. ഇതിനെ രണ്ടിനെയും റീകൺസൈൽ ചെയ്യുകയും റിഡീം ചെയ്യുകയും ചെയ്യണം. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതും നമ്മൾ വാഴാൻ പോകുന്നതും ഈ സ്വർഗ സ്ഥലങ്ങളിലെ വാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഉൽപ്പത്തി 17-ന്റെ 8-ാമത്തെ വാക്യം, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഒന്നുകൂടെ വായിച്ച് റിമൈൻഡ് ചെയ്യാം. 8-ാമത്തെ വാക്യം 17-ന്റെ 8, അവിടെ പറയുന്നുണ്ടല്ലോ, ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശം ഒക്കെയും ശാശ്വത അവകാശമായി തരും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. നിനക്കും നിൻ്റെ സന്തതിക്കും നീ പാർക്കുന്ന കനാൻ ദേശം ശാശ്വത അവകാശം, എറ്റേണൽ പൊസഷൻ, എവർ ലാസ്റ്റിംഗ് പൊസഷനായിട്ട് തരും, ഞാൻ അവരുടെ ദൈവമായിരിക്കും എന്ന് പറയുക. ഇത് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്തെ കാലത്ത് കിട്ടുമെന്നല്ല, അവരുടെ മരണശേഷവും ഇതാണ് ദൈവം എറ്റേണൽ, എവർ ലാസ്റ്റിംഗ്. മനസ്സിലായോ? ഇത് കുറേ നാൾ കഴിയുമ്പോൾ തീരുന്നതല്ല എറ്റേണൽ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അബ്രഹാം വാഗ്ദത്തത്തിൻ്റെ കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്നുകൊണ്ട് ദൈവം സ്വർഗത്തിൽ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നുവെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് സ്വർഗത്തിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. ഇത് ഇവരുടെ വാഗ്ദത്തമാണ്. അത് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിനോടാണ്. ആ വാഗ്ദത്തമാണ് അവരുടെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഭൂമിയെ അവകാശമാക്കുന്ന പദ്ധതിയാണ്. ഇവിടെ കണ്ടില്ലേ, ഞാനതിൻ്റെ ഒരു ഭാഗം കൂടെ വായിച്ച് കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം തന്നെ അതിൻ്റെ 13-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 13, അതിൻ്റെ 14 മുതൽ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 13-ന്റെ 14 മുതൽ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയാണ്, ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അബ്രഹാമിനോട് പറയുക, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുക, എഴുന്നേറ്റിട്ട് നീ കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും നോക്കിയിട്ട് നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. വാവ്! നിനക്ക് എവിടം വരെ കാണാമോ എത്തി നോക്കിക്കോ. നീ എവിടം വരെ നിൻ്റെ കണ്ണ് കാണാൻ കിട്ടുന്നോ അത് മുഴുവനും നിൻ്റെ സന്തതിക്കും നിനക്ക് ഞാൻ വാഗ്ദത്തമായി ശാശ്വത അവകാശമായിട്ട് തരുമെന്ന് പറയുക. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. എങ്ങനെ? ഭൂമിയിലെ പൊടി പോലെ. ആകാശത്തിലെ നക്ഷത്രങ്ങളല്ല, ഭൂമിയിലെ പൊടികൾ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ വിളി വേറെയാണ്, അത് വരാനിരിക്കുന്നവൾ, അതാണ് നമ്മൾ. ഭൂമിയിലെ പൊടി പോലെ ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെ എണ്ണാം. അതുപോലെ ദൈവം അവരെ അനുഗ്രഹിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ ഭയങ്കര അനുഗ്രഹം, അവരുടെ ഭൂമി മുഴുവൻ നിറയും. അതുപോലെ ദൈവം അവരെ അനുഗ്രഹിക്കും. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെ എണ്ണാം. നീ പുറപ്പെട്ട ദേശത്തൊക്കെയും നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. എന്തൊരു അഷുറൻസാണ് നോക്കിക്കുക. നിനക്ക് കാണാവുന്നത്ര എത്തി കുത്തി നോക്കൂ, അത് നിൻ്റേതാന്ന് പറഞ്ഞിട്ട് പറയാം. നീ ഇറങ്ങി നടക്കാൻ പറയാം. കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും നടക്കാം.
ഉറപ്പിച്ചോളാൻ പറയുക, നടന്നത് അവകാശം പറഞ്ഞു നിൻ്റേതാന്ന് പറയാം, നിനക്ക് ഞാൻ തരും. എത്ര നാളത്തേക്കാ? ശാശ്വത അവകാശം. ഈ വാക്കുകളുടെ ഒന്നും ആ ഒരു അർത്ഥം നിങ്ങൾ മറന്നു പോകരുത്. ശാശ്വത അവകാശം. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മാമ്രയുടെ തോപ്പിൽ നിന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഇതാ അവരുടെ അനുഗ്രഹം. ഇങ്ങനെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന ജനം അവരോട് നിങ്ങൾ മേപ്പോട്ട് നോക്കാനല്ല പറഞ്ഞത്. അബ്രഹാമിനോട് മേപ്പോട്ട് നോക്കുക, അത് കണ്ടോ, അത് മുഴുവൻ നിനക്കാന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവരോട് പറയും, നീ നടന്ന് നോക്ക്, കയറി നിന്ന് നോക്ക്, നിനക്ക് എവിടം വരെ കാണാം, അത് മുഴുവൻ നിൻ്റേതാണ്, നിനക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുക. എന്നാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? എഫേസ്യ ലേഖനം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം, അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇതാണ് നമ്മുടെ അനുഗ്രഹം. സ്വർഗത്തിലെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും ഇവിടെ കടന്ന് കറങ്ങാനല്ല നമ്മളോട് പറഞ്ഞത്. ഇവിടുത്തെ ലോകത്തിലെ അനുഗ്രഹം തരുമെന്നല്ല പറഞ്ഞത്. ഇവിടെ ഒന്നും കിട്ടത്തില്ല. ഇതല്ല നമ്മുടെ സ്ഥലം. നമ്മൾ ഇവിടുത്തെ സിറ്റിസൺസേ അല്ല. നമ്മൾ പോകാനുള്ളത് സ്വർഗത്തിലേക്കാണ്. പ്രത്യാശയുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാഹളം ധ്വനിക്കുമ്പോൾ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ആര്? ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ കർത്താവിൻ്റെ ക്രൂശിൽ വിശ്വസിച്ചിരിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെടും. എത്ര പേര്? നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഒരു എന്താ പറയുന്നത്, ഒരു നമുക്ക് അതിഭയങ്കരമായ വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നാം ഈ വിളിയിൽ ഇവിടെ വിട്ടുപോകും, ഇവിടെ പട്ടുപോകും, ഇവിടെ നിന്നു പോകും. ഇന്ന് സൗജന്യമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ വിളിയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അതാണ് നമ്മുടെ അനുഗ്രഹം. കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്കാനല്ല പറഞ്ഞത്. ഇവിടെ നിന്നുകൊണ്ട് ബിസിനസ് നിൻ്റെ മെച്ചപ്പെടും, നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കോട്ടയും തോട്ടയും ഒക്കെ അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറഞ്ഞത്. ദാറ്റ് ഈസ് നോട്ട് ഫോർ യു. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാകണം. നാം സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. അതുകൊണ്ടാണ് ദൈവം മധ്യാകാശം വരെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇതിനു മുമ്പുള്ളവർക്ക് അത് അറിയത്തില്ലായിരുന്നു. കാര്യം അത് അവരുടെ വിളി അല്ല, അത് നമ്മുടെ വിളി ആയതുകൊണ്ട് നമ്മുടെ അപ്പോസ്തലനെ പൗലോസിന് കാണിച്ചു കൊടുത്തിരിക്കുക. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അങ്ങനെ നാം സ്വർഗത്തിൽ മേഘങ്ങളിൽ ദൈവത്തെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ ചേർക്കപ്പെടും. ഇവിടെ നിൽക്കുന്ന കാര്യമല്ല അത്, മേഘങ്ങളിൽ ചേർക്കപ്പെടും. അങ്ങനെ നാം നിത്യം അവനോടൊപ്പം സ്വർഗത്തിൽ വസിക്കും. നമ്മുടെ നിത്യവാസം, ബോഡി ഓഫ് ക്രൈസ്റ്റ്, വി ആർ ഗോയിങ് ടു ഗോ ഇൻ ടു ദ ഹെവൻലീസ്. വിശ്വസിക്കുന്നവർക്കായിട്ടും മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുന്നവർക്കുമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ഇതൊരു മർമ്മമായിരുന്നു. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഈ മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് പ്രകാശിപ്പാനായി ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. അതാ പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്ന 13 ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഗ്ലോറി ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ കാൽവറിയിൽ കൂടെ തുറന്നിരിക്കുന്ന രക്ഷാമാർഗം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, അതിൻ്റെ പർപ്പസ്, ബോഡി ഓഫ് ക്രൈസ്റ്റിനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സഭ സ്വർഗസ്ഥലങ്ങളെ റീക്ലെയിം ചെയ്യാൻ പോവുകയാണ്. നാം നിത്യം സ്വർഗത്തിൽ വാഴാൻ പോവുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട നിത്യം നാം സ്വർഗത്തിൽ വാഴാൻ പോവുകയാണ്. ദൈവം അതിനുവേണ്ടി നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എല്ലാം പറ്റിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറയുന്ന ഒരു വലിയ തെറ്റായ പഠിപ്പിക്കലിൽ നാം അകപ്പെട്ടു പോയിരിക്കുക. ക്രിസ്തീയ വിശ്വാസത്തെ റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറയുന്ന ഒരു തെറ്റായ പഠിപ്പിക്കലിൽ മുങ്ങിയിരിക്കുക. നമ്മൾ ഇമ്മേഴ്സ്ഡ് ആയിരിക്കുക അതിൽ. അതായത് ഇസ്രായേലിനെ ദൈവം വിളിച്ചുവെന്നും എന്നാൽ അവർ കർത്താവിനെ തിരിച്ചറിയാതെ ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞുവെന്നും അതിൻ്റെ ശാപമായിട്ട് ദൈവം അവരെ അടിച്ചുവെന്നും അവരെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇസ്രായേൽ മുഴുവനും ചുട്ടരിക്കപ്പെട്ടുവെന്നും ദേവാലയം തകർക്കപ്പെട്ടുവെന്നും അവർ ലോകം മുഴുവൻ ഓടിപ്പോയെന്നും അങ്ങനെ ദൈവം അവരെ വിട്ടുകളഞ്ഞു. അതിന് പകരമായിട്ട് നമ്മളെ അവിടെ എടുത്തു. അങ്ങനെ നമുക്ക് കാട്ടൊലിവായിരുന്നു നമ്മളെ വെട്ടി നല്ല ഒലിവായി ഇസ്രായേലിനോട് ചേർത്ത് ഒട്ടിച്ചുവെന്നും അങ്ങനെ അവരുടെ അനുഗ്രഹങ്ങളും വിളിയും തിരഞ്ഞെടുപ്പും എല്ലാം നമുക്ക് കിട്ടിയെന്നും അവരുടെ അഹരോന്യ പൗരോഹിത്യം ഒക്കെ നമ്മളിലേക്ക് വന്നുവെന്നും
നമുക്ക് 10 കൽപ്പനയും പ്രമാണങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ അനുസരിച്ച് അങ്ങനെ അവരോട് പറഞ്ഞ മാനസാന്തരവും ജലസ്നാനവും കാത്തിരിപ്പും എല്ലാം, അതിലൊരു വിശ്വാസത്തിൽ ആ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, നമ്മളിപ്പോഴും മണവാട്ടി എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ കൂടിയിരിക്കുക. ആക്ച്വലി നമ്മൾ മണവാട്ടിയുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. നിങ്ങൾക്ക് മണവാട്ടിയുടെ ഭാഗമാകാനുള്ള യാതൊരു യോഗ്യതയുമുള്ളവരല്ല നിങ്ങൾ ഒന്നുകിൽ ഇസ്രായേലിൽ നിന്ന് ജനിച്ചവരായിരിക്കണം, അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് ഇസ്രായേലിൽ നിന്ന് ജനിച്ചവരായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ യഹൂദ മതാനുസാരിയായിട്ട് മാറിയ ന്യായപ്രമാണ പ്രകാരം ഇസ്രായേലിൻ്റെ ഭാഗമായവരായിരിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും അക്കാലത്ത് നാം ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ്. ഫുൾ സ്റ്റോപ്പ്. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല. ഇവിടെ നിങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗമാണെന്നോ അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് കിട്ടിയെന്നോ അവരുടെ പ്രത്യാശ പ്രകാരം പുത്തനാം യെരൂശലേം വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാൽപ്പായസം കുടിപ്പിച്ച് അല്ലെങ്കിൽ ജിലേബി തീറ്റിച്ച് കൊല്ലുക എന്ന് പറയുന്ന മാതിരി. ബൈബിളിലുണ്ടോ? ഉണ്ട്. ദൈവം പറഞ്ഞതാണോ? ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് താങ്കളോട് പറഞ്ഞതല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാൻ വയ്യാതെ പോയിരിക്കുക. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും വേറെയാണ്. വി ആർ ഗോയിങ് ടു ഗോ ടു ദ ഹെവൻലീസ്. ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ഈ പ്രമാണങ്ങളും പരിച്ഛേദനയും 10 കൽപ്പനയും പൗരോഹിത്യവും കൊണ്ടല്ല. കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുന്ന ആ രക്ഷണ്യ പ്രവൃത്തിയിലെ അടിപതറാത്ത വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിൽ നാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഉൾപ്പുകളെ അറിയുന്ന ദൈവം, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പരിവർത്തനം മനസ്സിലാക്കുന്ന ദൈവം പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടുക വീണ്ടെടുപ്പിൻ നാളിനായി. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ സ്നാനം കഴിപ്പിക്കുക. പരിശുദ്ധാത്മ സ്നാനത്താൽ നാം ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമായി തീരുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഈ റീപ്ലേസ്മെൻറ്റ് തിയോളജിയിൽ ഇസ്രായേലിനെ റിജക്റ്റ് ചെയ്തുവെന്നും ആ ഭാഗത്തേക്ക് നമ്മളെ തിരഞ്ഞെടുത്തുവെന്നും ഒക്കെയുള്ള ആ തെറ്റായ പഠിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ക്രിസ്ത്യൻഡം ദൈവത്തിൽ നിന്ന് കൈവിടപ്പെട്ടു പോയിരിക്കുക. കാഹളം ധ്വനിച്ചാൽ കോടിക്കണക്കിന് ജനങ്ങളെ കെട്ടുകെട്ടായിട്ട് തീയിലിട്ട് ചുട്ടുകളയുന്ന പോലെ നിത്യ നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. മനസ്സിലാക്കുവാൻ മനസ്സുള്ളവർക്കായിട്ടും ബൈബിൾ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുവാൻ മനസ്സുള്ളവർക്കായിട്ടും ഒക്കെ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 25, 26, 28, 29 വായിക്കേണ്ടത്. അവിടെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം സഹോദരന്മാരെ, ഈ സത്യം, അതായത് ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ജാതികളിൽ നിന്ന്, അതായത് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ഇതൊരു ഇൻ്റരിം പീരീഡ്, ഇതൊരു ബ്രാക്കറ്റ് പീരീഡ്. മനസ്സിലാകുന്നുണ്ടോ? എന്താ പറയുന്നത്, ഇതിനൊരു പ്രോജക്റ്റ് പീരീഡ് മാതിരി ഇതൊരു ബ്രാക്കറ്റ് പീരീഡാണ്. ആ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേർന്ന് കഴിയുമ്പോൾ ദൈവം മധ്യാകാശത്തോളം വരും, നാം ഇവിടുന്ന് ചേർക്കപ്പെടും. അതിനുശേഷം അവരെ യഥാസ്ഥാനപ്പെടുത്തും. 26-ാമത്തെ അധ്യായം ആ വാക്യം പറയുന്നത്, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും, അങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ദൈവം അവരെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് വീണ്ടും കടക്കി. അന്ന് നമ്മളിവിടെ ഇല്ല, നാം അന്ന് റാപ്ചറിൽ ചേർക്കപ്പെടും. നമ്മുടെ വാസസ്ഥലം, നമ്മുടെ വാഗ്ദത്ത സ്ഥലമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടി വരും. നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക. അത് ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം, എല്ലാവരും പോകുന്ന കാര്യമല്ല. അത് വിശുദ്ധന്മാരുടെ ന്യായവിസ്താര സഭയാണ്. നാം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നത് അവിടെയാണ്. നാം എത്ര നാളത്തേക്ക് അവിടെ നിൽക്കാൻ പോകുന്നത്? യുഗായുഗങ്ങൾ. നമുക്കൊരു പുതിയ ശരീരം ലഭിക്കുക, ഒരു സ്വർഗീയ ശരീരം ലഭിക്കുക. ആ ശരീരത്തിൽ നാം സ്വർഗത്തിലായിരിക്കാൻ പോവുക. നമ്മൾ തന്നെയാണ്. നമ്മുടെ ഈ നിലവുകളും ചിന്തയും നമുക്കെല്ലാം അറിയാം, നമ്മൾ തന്നെ സ്വർഗത്തിലേക്ക് പോവുക. നാം നിത്യം സ്വർഗത്തിൽ വസിക്കാൻ പോവുക. അനുഗ്രഹീതമായ സ്വർഗീയ അനുഭവത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സമയം തീർന്നുകൊണ്ട് ഞാൻ അധികം ഈ വിഷയത്തിൽ നിൽക്കുന്നില്ല, പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. സൗകര്യാർത്ഥം നമുക്ക് മറ്റുള്ള സമയങ്ങൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിനെ കൂടുതൽ എലാബറേറ്റ് ചെയ്യാം. ഇവിടെ ഈ ഭൂമിയെ വീണ്ടെടുക്കുന്ന പദ്ധതിയെക്കുറിച്ച് സാത്താൻ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല അളവിന് നമുക്ക് അത് അറിയാമായിരുന്നു എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. കാര്യം ബൈബിളിൽ നിറയെ ഇടത്ത് അത് പറഞ്ഞിട്ടുണ്ട്.
സാത്താൻ അത് വിശ്വസിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ ബൈബിളിൽ അതിന് റെഫറൻസുകളുണ്ട്. ഞാൻ 1-2 റെഫറൻസ് പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു. ഇത് സാത്താൻ അറിയാം. കർത്താവ് പറയുന്നത് തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചാണെന്നും സാത്താൻ അറിയാം. അവൻ ഇതെല്ലാം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവൻ ജ്ഞാനസമ്പൂർണ്ണന. മത്തായി 1:21-22 വായിച്ച് കേൾപ്പിക്കാം. മത്തായി 1:21-22 അവിടെ പറയാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ഇത് സാത്താൻ അറിയാം. തൻ്റെ ജനം ആരാ? തൻ്റെ ജനം അബ്രഹാമിൻ്റെ സന്തതി പരമ്പര. അവരിൽ കൂടെയാണ് ദൈവം ലോകത്തെ അനുഗ്രഹിക്കുന്നത്. സാത്താൻ അറിയാം. അവർക്കാണ് ഈ ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത്. സാത്താൻ അറിയാം. തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ഇത് സാത്താൻ നല്ലോണം അറിയാം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇത് സാത്താൻ അറിയാവുന്ന കാര്യമാണ്. ഒരു വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ പറയുക, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ഈ ദൈവം ഒരു മനുഷ്യനെയൊക്കെ ലോകത്തിലേക്ക് അയക്കുന്നത് എന്തിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുള്ളത് സാത്താന് വ്യക്തമായിട്ട് അറിയാം. ഉൽപ്പത്തി മുതൽ അവൻ അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുക. ഈ ആര് വരും, ആരാണ് സ്ത്രീയുടെ സന്തതി അവൻ്റെ തലയെ തകർക്കാൻ വരുന്നതെന്നുള്ളത് അവനിതെല്ലാം വളരെ വ്യക്തമായിട്ടറിയാം. സാത്താൻ ഈ കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ 1:29-31 വരെ നോക്കി. അവിടെ പറയുകയാണ്, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തു വരുന്നത് കണ്ടുകൊണ്ട് സ്നാനം കഴിപ്പിച്ചപ്പോൾ അതിന് തൊട്ടുമേലെ സ്നാനം കഴിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും, കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ സ്നാനം കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം സംഗമിക്കുന്ന ഒരു രംഗമാണ്. യോഹന്നാൻ്റെ കൈക്കഴിയിൽ സ്നാനമേൽക്കുക. അതുകൊണ്ട് യോഹന്നാൻ ആകെപ്പാടെ ത്രിൽഡാണ്. അതിനുശേഷം പിന്നെ അടുത്ത ദിവസം കർത്താവ് കടന്നു പോകുന്നത് കണ്ടിട്ട് പറയുക, കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇവനിൽ വിശ്വസിക്കുക, ഇവന് നിത്യജീവനുണ്ട്, ഇവനിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുക. മനസ്സിലായോ? ഇതെല്ലാം സാത്താൻ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് സാത്താൻ അറിയാം ദൈവം ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നടക്കുമെന്നും അറിയാം. എന്തോ ഒരു വലിയ സംഭവം നടക്കും, എങ്ങനെയാണെന്നൊന്നും സാത്താൻ വലിയ തിട്ടമില്ല. ആ രീതിയിലാണ് ഈ ഭൂമിയെ വീണ്ടെടുക്കുമെന്നറിയാം. ഭൂമി പോയാലും പൊക്കോട്ട് എന്നുള്ളൊരു രീതിയിലാണ് സാത്താൻ ആയിരുന്നത്. കാര്യം സാത്താൻ്റെ പാർപ്പിടം സ്വർഗത്തിൽ, അവൻ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയാണ്. അവിടെ എന്തെങ്കിലും നടക്കുമെന്ന് അവൻ്റെ സ്വപ്നത്തിൽ പോലും അവൻ ചിന്തിച്ചിട്ടില്ല. സ്വർലോകങ്ങളെ വീണ്ടെടുക്കുമെന്നും അതിനെ റീക്ലെയിം ചെയ്യുമെന്നും അവിടെ വേറൊരു ഗ്രൂപ്പ് വരുമെന്നും അവനെ അവിടുന്ന് വെട്ടിക്കളയുമെന്നും അവനെ സ്വസ്ഥാനത്ത് നിന്ന് കളഞ്ഞിട്ട് അവിടെ പുതിയൊരു ഗ്രൂപ്പ് അവിടെ വരുമെന്നും സ്വർഗത്തെ ക്ലെൻസ് ചെയ്ത് അതിനെ റീകൺസൈൽ ചെയ്യുമെന്നും ഒന്നും സാത്താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഹാഡ് ദൈ നോൺ ഇറ്റ്, അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ പിന്നെ അവൻ അറിഞ്ഞെന്ന് കൂടെ മാത്രം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യം വായിക്കുന്നതേ ഉള്ളൂ. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ പറയുകയാണ്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം, ദൈവം എന്താണ് മറച്ചു വച്ചിരുന്നത്? ഉലക സ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്താണ് സ്വർഗത്തിൽ മറച്ചു വച്ചിരുന്നത്? ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ഇന്ന് സഭയെ കാണുമ്പോൾ, പൗലോസ് അപ്പോസ്തലനിൽ കൂടെ ആരംഭിച്ചിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സഭയെ കാണുമ്പോൾ സഭ മുഖാന്തരം അവൻ ഇന്ന് അറിയായി വരുന്നു. എന്താണ് ദൈവം അനാദികാലം മുതൽ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് സഭ മുഖാന്തരം അവൻ അറിയായി വരുന്നു. ഇനി അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ സ്ഥലം, അവൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. സ്വർഗ സ്ഥലങ്ങളെ റീകൺസൈൽ ചെയ്യാൻ പോവുക. നാം സ്വർഗത്തിലേക്ക് ചേരാൻ പോവുക. ദൈവം വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോവുക. സഭ ഇവിടുന്ന് റാപ്ചേർഡ് ഔട്ടായിട്ട് സ്വർഗത്തിലെ നിത്യവാസം.
പ്രത്യാശയുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം എല്ലാവരും രൂപാന്തരപ്പെടും, നാം എല്ലാവരും ചേർക്കപ്പെടും, നാം എല്ലാവരും റാപ്ചറിൽ ചേർക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലൂടെ തുറന്ന രക്ഷാ പദ്ധതിയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ചേർക്കപ്പെടും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3 നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ വിശ്വാസവും സമർപ്പണവും നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ ഹല്ലേലൂയ തുറന്നിരിക്കുന്ന ഒരു സ്വർഗീയ വഴി, അതിനെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്തു തലയും നാം അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗവുമായി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ സ്വർഗസ്ഥലങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഒരുങ്ങുവാൻ, അതിൽ വിശ്വസിക്കുവാൻ, ഈ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ, കർത്താവിന് കൊള്ളാവുന്നവരായി ദൈവത്തിൻ്റെ സത്യസാക്ഷികളായി നിൽക്കുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. കർത്താവിൻ്റെ കൃപ ഈ ഒരു വിഷയത്തിൽ എല്ലാവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഗ്രേസ് ബി വിത്ത് യു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ
സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, പരിശുദ്ധ ദൈവമേ, അവിടുത്തെ മഹാദയയ്ക്കും കൃപയ്ക്കുമായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എന്തോ ഒരു സന്തോഷം കർത്താവെ, നിൻ്റെ സന്നദ്ധിയിൽ ചേർന്നിരിക്കുന്നത് എത്ര ആനന്ദപ്രദമെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര അശുഭവും എത്ര മനോഹരവുമാവുന്നു എന്നുള്ളായിരിക്കുന്ന തിരുവെഴുത്ത് പോലെ കർത്താവെ, നിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ രക്ഷിതാവായിരിക്കുന്നവനെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തരുന്നതായിരിക്കുന്ന ഇങ്ങനെയുള്ളായിരിക്കുന്ന അവസരങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ പഠിച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ നല്ല വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ നിന്ന് ഞങ്ങളെ ഗ്രഹിപ്പിച്ചല്ലോ കർത്താവെ, നിൻ്റെ വചനത്തിൽ പരിജ്ഞാനം നേടുന്നത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സകല ഗുരുക്കന്മാരെക്കാളും ബുദ്ധിമാന്മാരാകുന്നു എന്നുള്ളായിരിക്കുന്ന ആ സങ്കീർത്തന വചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. നിൻ്റെ വചനത്തിൽ ഞങ്ങൾ പ്രാവീണ്യം നേടുന്നത് കാരണം ഞങ്ങൾക്ക് ആരുടെ മുമ്പിലും കുനിക്കാൻ ആവശ്യമില്ലാതെ വണ്ണം നിൻ്റെ പരിജ്ഞാനം ഞങ്ങളെ കർത്താവെ ഉന്നതത്തിലേക്ക് വലിയ നല്ല ചിന്തകളിലേക്ക് നടത്തുന്നു എന്നോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, നിൻ്റെ മക്കളെ സഹായിക്കണം. ഇന്ന് കൂടി വന്നതായിരിക്കുന്ന നിൻ്റെ ജനത്തോട് കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, നിൻ്റെ ദാസന്മാരോടും ദാസിമാരോടും ഈ ഒരു ആഴ്ചയിൽ മുഴുവനും സ്വർഗത്തിലെ ദൈവം കൃപ കാണിക്കണം. ഏത് കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുന്നതായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടാകണം. കർത്താവെ, പാപത്തിൻ്റെ ലോകത്ത് ഞങ്ങൾ പാപം കൂടാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പരിജ്ഞാനവും വിവേകവും ഉള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൃപ സ്വർഗത്തിൽ നിന്ന് പകരണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരു സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഇനിയും ഒരുമിച്ച് ചേർന്ന് നിൻ്റെ സന്നദ്ധിയിൽ കൂടി വരെയും ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നിടത്ത് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവേ, കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ. ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും, ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ഉത്സാഹത്തോടെ ഒരു ആഴ്ചവട്ടം കൂടെ നടക്കുവാൻ ദൈവം എല്ലാ കൃപകളും വരങ്ങളും നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. മറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ 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 വാഴ്ത്തിൻ. പുകഴ്ത്തിൻ 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 വാഴ്ത്തിൻ.
രക്ഷകനെ എന്നും വാഴ്ത്തി. കൃപയും ദീർഘക്ഷമയും മഹദയയും കരുണയുമുള്ളോ നല്ലവൻ അവൻ എല്ലാവർക്കും തൻ പ്രവൃത്തികളോടും എല്ലാം. വന്നിടിൻ വന്നിപ്പിൻ യേശുവിൻ സ്നേഹമാ പാതേനാം. വന്നിടിൻ വന്നിപ്പിൻ യേശുവിൻ സ്നേഹമാ പാതേനാം. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ നാം രക്ഷകനെ എന്നും വാഴ്ത്തി. ശാരോനിൻ പനിനീർ പുഷ്പമേ 10,000-ത്തിലും ശ്രേഷ്ഠനേ